ഞാൻ ലീൻ എഴുതിയ ആദ്യത്തെ ലേഖനം ആദ്യമായിട്ട് വായിക്കുന്നത് ഹാപ്പിലി ഡിവേഴ്സ് എന്നുള്ള ബുക്കിൽ ലീനയുടെ അനുഭവക്കുറിപ്പാണ്. കേരളത്തിൽ ഫാർമസിസ്റ്റായിട്ട്, അതുപോലെ ഫാർമസി കോളേജിൽ ലെക്ചറായിട്ട് കുറേ കാലം ജോലി ചെയ്ത ലീന യു എൻ്റെ അറ്റ് വാൾമാർട്ടിൽ ഒരു പോർട്ടറായിട്ട് ആണ് കരിയർ തുടങ്ങുന്നത് കാനഡയിൽ, അല്ലേ? ഇപ്പൊ ലീന പബ്ലിഷ് ചെയ്ത പുസ്തകത്തിന്റെ പേര് മരുന്നറിവുകൾ, അല്ലെ? ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെയോ നാലാമത്തെയോ പുസ്തകമാണ്. മൂന്നാമത്തെ പുസ്തകമാണ്. മരുന്നിനെ കുറിച്ച് എഴുതാൻ പോഡ്കാസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രചോദനം. ലീന, നമസ്കാരം. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. നമസ്കാരം. ലീന കാനഡയിൽ ജീവിക്കുന്നു, അല്ലെ? കാനഡയിൽ ഫാർമസിസ്റ്റ് ആണ്, ബ്ലോഗറാണ്, എഴുത്തുകാരിയാണ്. സോ വാട്ട് ബ്രിങ്സ് യു ടു UAE? ഞാനിപ്പോ വന്നത് ശരിക്കും പറഞ്ഞാൽ UAE വിസിറ്റ് ചെയ്യാന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കുറെ കാലമായിട്ട് അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. കാനഡ ചെന്ന് പരീക്ഷകളും, ഫാർമസിസ്റ്റിന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഞാനൊരു 4 വർഷം എടുത്തു ഇതൊക്കെ പരീക്ഷ പാസ്സായി. ഓക്കെ, അപ്പോ ഒന്നും യാത്ര പോയിട്ടില്ല. എനിക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നത്. രണ്ടാമത്തേത് ഒരു ബുക്കിന്റെ റിലീസിന് വേണ്ടിയിട്ടാണ് വന്നത്. ഗൂസ്ബറി ബുക്ക് പബ്ലിഷ് ചെയ്ത് പുതിയ മരുന്നറിവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. ഇത് 3ാമത്തെ ബുക്കാണ്. അപ്പോ മരുന്നിനെ പറ്റി ഉള്ള ആ ഒരു മെസ്സേജ് ഇവിടെ വന്ന് അത് ലോഞ്ച് ചെയ്ത്, പിന്നെ ഇവിടെ കുറെ കൂട്ടുകാരുണ്ടല്ലോ, എഴുത്ത് വഴി കിട്ടിയ കൂട്ടുകാരുണ്ട്, മീഡിയ വഴി കിട്ടിയ കൂട്ടുകാരുണ്ട്. കാണുക, സന്തോഷിക്കുക, പോവുക. ഞാൻ ലീൻ എഴുതിയ ആദ്യത്തെ ലേഖനം ആദ്യമായിട്ട് വായിക്കുന്നത് ഹാപ്പിലി ഡിവേഴ്സ് എന്നുള്ള ബുക്കില് ലീനയുടെ അനുഭവക്കുറിപ്പാണ്. അതിനുശേഷമാണ് പിന്നെ ഞാൻ അതിന്റെ എഡിറ്റർ നിഷിയുമായിട്ട് ചെയ്തൊരു പോഡ്കാസ്റ്റ് വഴിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, അല്ലെ? പിന്നെയാണ് നമ്മൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ലേഖനം വായിച്ചപ്പോൾ തന്നെ ലീന എഴുതുന്ന വഴിയിൽ അതൊരു ലേഖനമല്ല, അത് ഒരു കഥ പോലെയാണ് തുടങ്ങുന്നത്. അത് തുടങ്ങുന്ന തന്നെ രണ്ട് സ്ത്രീകള് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഒരാള് ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, മറ്റേ ആള് അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാള്, അല്ലേ? അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ അതിൽ തന്നെ ഒരു സ്റ്റോറി ടെല്ലറെ നമുക്ക് വായിക്കാൻ പറ്റും. മറ്റ് കഥകളിലും മറ്റ് ലേഖനങ്ങളിലും ലീന നല്ലൊരു കഥ പറയുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലീന കഥ എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുത്തിന്റെ വഴിയിൽ കുറെ കാലമായിട്ടുള്ള ആളാണ്. ഈ ലേഖനത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാവോ? ഹാപ്പി ഡിവേഴ്സിൽ പറഞ്ഞ പിന്നെ അതിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാല്, എന്റെ ഒരു ചോദ്യം, നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചും കേരളത്തിലാണെങ്കിൽ ഡിവേഴ്സ് അറിയാം, ഒരു ടാബു ആണ് സൊസൈറ്റിയില്. പക്ഷെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിമൻ അത് കുറച്ചും കൂടെ ടഫാണ്, അല്ലെ? ലീനയുടെ അനുഭവം എന്താണ്? അപ്പൊ ക്രിസ്ത്യൻ എന്നുള്ള വാക്കിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഞാനൊരു ഈ ഡൈവോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജീവിതം മുന്നോട്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ പള്ളിയിൽ നിന്നും സൺഡേ സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് അറ്റാച്ച് ചെയ്ത് ജീവിച്ചിട്ടുള്ളതുകൊണ്ട്, പള്ളിയിലെ ക്യാമ്പുകൾ, അപ്പൊ അതിന് ആദ്യം വരുന്ന ബൈബിളിൽ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യന് വേർപിരിക്കരുത് എന്നുള്ള വാക്കാണ്. അത് നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കിടക്കും. നമുക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിട്ടില്ല. അതായത് നമ്മളെ എല്ലാം സഹിച്ചും കുരിശ് ചുമന്ന് ഇതിങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ്. അപ്പോ അതിൽ നിന്ന് ഒരു എന്താ പറഞ്ഞ മാറി ഒന്ന് ചിന്തിക്കാൻ നമുക്ക് ഒരുപാട് കറേജും ഒക്കെ ആവശ്യമുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ നോർമലൈസ്ഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ വെച്ച്, ഇതിപ്പോ 25 വർഷം മുന്നത്തെ കഥയാ പറയുന്നത്. എന്റെ മോന് ഇപ്പൊ 25 വയസ്സായി. ആ സമയത്ത് നമുക്ക് ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ആരും നമ്മളെ ഇങ്ങനെ ഒന്ന് ഇതിൽ നിന്ന് മാറി ഒരു ജീവിതത്തിലേക്ക് നമുക്ക് ആരും വഴി പറഞ്ഞു തരൂല. നമ്മൾ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ആ സമയത്ത് നമുക്ക് ചില ഇൻറ്റ്യൂഷൻസ് കിട്ടും. അതായത് ഞാനിപ്പോ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളോടും യോജിച്ചു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളൊരു ലൈഫിൽ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ നമ്മുടെ പള്ളിയിലെ ലീഡേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരും നമ്മളോട് വേറിട്ടൊന്ന് ചിന്തിക്കാനുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ വഴി നമുക്ക് പറഞ്ഞു തരൂല. കാരണം നമ്മൾ അനുഭവിക്കുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ ഇത് എത്രമാത്രം സഹിക്കണം, എവിടെയാണ് ബ്രേക്കിംഗ് പോയിന്റ്, ഇതൊക്കെ നമുക്ക് ആസ് എ വിമൻ നമുക്ക് അതിനുള്ള ഒരു എന്താ പറയാ, അതൊക്കെ നോർമലാണ്. അതിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് ആ സമയത്ത് പറ്റില്ല. നമ്മുടെ ബുദ്ധിയും
നമ്മുടെ തോട്ട് പ്രോസസ്സും ഒന്നും നമുക്കൊരു വേറിട്ട വഴി കാണിച്ചു തരൂല. അപ്പൊ ആ സമയത്ത് ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു തോട്ട് പ്രോസസ്സ് ആരോ എന്നോട് പറയുന്നത് പോലെ, ഇത് നമ്മളൊരു കല്യാണം ആലോചിക്കുമ്പം അല്ലെങ്കിൽ എന്താ പറയണേ, ദൈവത്തിന്റെ ഇടപെടലാണ്, കല്യാണം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് ഒരു പങ്കുമില്ല എന്ന ഒരു പള്ളിയിൽ നിന്ന് തന്നെ ഒരു അശരീരി എന്റെ തലയിൽ വരികയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കിയിട്ട് ഒരു അറേഞ്ച്ഡ് മാരേജ്, എന്റേത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, എന്തൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അറേഞ്ച് മാരേജ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അതില് പ്രത്യേകിച്ച് ഒരു ചെക്ക് ലിസ്റ്റ് ഒന്നുമില്ല. ദൈവം ഇടപെട്ടോ എന്നുള്ളതിന് ദൈവത്തിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഇല്ലെന്ന് ഒരു ശബ്ദം എന്നോട് പറഞ്ഞു. അപ്പോ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ നിന്റെ വഴിക്ക് പോവാൻ, ഞാൻ നിന്നെ നോക്കിക്കോളാം. അതൊരു വല്ലാത്തൊരു ഇൻഡ്യൂഷൻസ് ആണ്. അങ്ങനെ ചില ഇൻഡ്യൂഷൻസ് എനിക്ക് ലൈഫിൽ കിട്ടാറുണ്ട്, നമ്മള് ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ സമയത്താണ്, അപ്പൊ ഏകദേശം ഒരു 13 വർഷം ഞാൻ സിംഗിൾ മാം ആയിട്ട് നാട്ടില് ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് തോട്ട് പ്രോസസ്സും ഒരുപാട് വായനയും ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ ബൈബിളൊക്കെ നമ്മൾ വായിക്കുന്നു എന്ന് പറഞ്ഞാലും ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള ഒരു വഴി നമുക്ക് തുറന്നു തരൂല. ഞാൻ ബിഫാമിനോടൊപ്പം തന്നെ ദിവ്യബോധനം എന്ന് പറഞ്ഞിട്ട് പള്ളിയിലെ എൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്, തിയോളജിക്കൽ കോഴ്സ്. ഇതൊന്നും നമ്മളെ വേറിട്ടൊരു ചിന്തയ്ക്ക് നമ്മളെ സഹായിക്കുന്നില്ല. ആ സമയത്ത് മനുഷ്യരൊക്കെ നമ്മളോട് എങ്ങനെയാ പെരുമാറുന്നതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഓഷോയുടെ ഒഴിഞ്ഞ തോണി അങ്ങനത്തെയൊക്കെ ഫിലോസഫിക്കൽ ബുക്സ് വായിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ശബ്ദം കേൾക്കാൻ പാകത്തിന് എൻ്റെ ബ്രെയിനിനെ ഞാൻ പാകപ്പെടുത്തി എടുക്കുന്നത്. ആ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ആരോ നോക്കിക്കോളും, ഇതല്ല എൻ്റെ വഴിന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ രണ്ട് പേഴ്സണാലിറ്റി ആയിട്ട് മാറുകയാണ്. പള്ളിയും പള്ളിയുടെ കാര്യങ്ങളും, അതായത് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്നുള്ള ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഈ സമൂഹത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇതിന്ന് ഈ പാസ്റ്റിനെ മറന്നുകൊണ്ട് എൻ്റെ തന്നെ ഒരു പുതിയ വേർഷൻ ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോകാം. ആ സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു എംപവർമെന്റ് കിട്ടും. അങ്ങനെയാണ് നമ്മള് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് ഞാനും മോനും ഉള്ള ഒരു സമാധാനമുള്ള ഒരു ലോകത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ നമ്മള് പൗലോ കൊയ്ലോ പറയുന്ന ആൽക്കമിസ്റ്റിൽ പറയില്ലേ, നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ലോകം നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ ലോകം മുഴുവൻ എൻ്റെ മോന്റെയും കൂടെയായിരുന്നു. അതൊരു വല്ലാത്തൊരു എന്താ പറഞ്ഞ ഒരു ചേഞ്ച് ഓവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഗെയിം ചേഞ്ച്. ലീനയുടെ കേസില് സാധാരണ സംഭവിക്കാത്ത പോലെ, അല്ലെങ്കിൽ ധാരാളമായിട്ട് സംഭവിക്കാത്ത പോലെ, ലീനയുടെ കേസിലാണെങ്കിൽ പാരന്റ്സ് കൂടെ നിന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെ? അങ്ങനെയാണ് അതിൽ ഉണ്ട്. അതൊരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അതാണ് ഞാൻ 6 മാസം എടുത്തു പേരൻസിന്റെ അടുത്ത് ഇത് പറയാൻ. അത് ഞാൻ പ്രഗ്നന്റ് ആണ്. ആ സമയത്ത് നമ്മൾ ഈ ഹെൽത്ത് ഫീൽഡ് പഠിച്ചത് കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും നിരന്തരമായിട്ട് ആദി പിടിച്ചിട്ട് ആൻസൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തന്നെയല്ല. പ്രഗ്നന്റ് ആകുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്, മൂഡ് സ്വിച്ചസ് ഉണ്ട്. ഇതെല്ലാം കൂടി എനിക്ക് എൻ്റെ തലയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 6 മാസം അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ തിരിച്ച് നമ്മൾ കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ, ഞങ്ങൾ 2 പെൺകുട്ടികളാ, മൂത്ത ആളാ, അനിയത്തിയുടെ കല്യാണം എങ്ങനെ നടക്കും? അപ്പച്ചനെ ഇത്രയും നമ്മളെ പൊന്നുപോലെ വളർത്തിയിട്ട് ഞാനിത് പറയുമ്പോൾ അപ്പച്ചൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും? കാരണം ഇത് സൊസൈറ്റി നമ്മളോട് നന്നായിട്ട് ഇത് കഴിയുമ്പോൾ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്ത് എടുക്കും, അല്ലെങ്കിൽ ആ ഒരു ഇതുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ നല്ല കുട്ടി ചമയാനും നല്ല ആൾക്കാർ ചമയാനും വേണ്ടിയാണല്ലോ. അപ്പൊ നമ്മൾ വീട്ടിൽ തിരിച്ചു ചെന്ന ഞാനൊരു വില്ലേജില്, ഗ്രാമപ്രദേശമാണ്, അവിടെ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകില്ല എന്ന് പറയുമ്പം അപ്പച്ചന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഞാനിങ്ങനെ തന്നെ വിചാരിക്കണേ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ആള് മരിച്ചു പോകുന്നു തന്നെ ഞാൻ പേടിച്ചിട്ട് വിചാരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ പോകുന്ന വീട്ടില് എൻ്റെ മദർ ഇൻ ലോ എന്ന് പറഞ്ഞ ആള്, അവര് ഭയങ്കര പ്രായമായ ഒരു സ്ത്രീയാണ്. അവര് എന്നോട് നല്ല സ്നേഹമായിരുന്നു. അവരിതെങ്ങനെ അഫക്റ്റ് ചെയ്യും? ഇതൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് നമ്മുടെ എനർജിയും തോട്ട് പ്രോസസ്സും ഒക്കെ അതിൻ്റെ ആവശ്യമുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് അത് തീരുമാനത്തിൽ നിൽക്കുക, ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ അപ്പച്ചനോട് പറഞ്ഞപ്പം അപ്പച്ചൻ പറഞ്ഞു, നീ നിന്റെ വയറ്റിലുള്ള കൊച്ചിൻ്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട, അനിയത്തിയുടെ കല്യാണം അതൊക്കെ അങ്ങനെ നടന്നോളും. അവിടുത്തെ അമ്മച്ചി അത് അവരുടെ കയ്യിൽ നിന്ന് പോയ കൺട്രോളിലില്ലാത്ത ഒരു കാര്യമായത്. അമ്മച്ചിയും അമ്മച്ചിയുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പൊക്കോളും, നീ കുഞ്ഞിനെ ഒന്ന് സമാധാനത്തോടെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ എൻ്റെ കൂടെ നിന്നാൽ മതി, വേറൊന്നും ഇപ്പൊ ആലോചിക്കണ്ടെന്ന് പറഞ്ഞു.
അതെന്ന് പറഞ്ഞാൽ 25 വർഷം മുന്നേ നമുക്കത് ആ ഒരു നാട്ടുംപുറത്ത് ഒരു അപ്പൻ അങ്ങനെ അതെ. പറയാന്ന് വെച്ചാൽ അത് വലിയൊരു Really great. സപ്പോർട്ടാണ്. നമുക്ക് അങ്ങനെ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ചെറിയൊരു വാക്കും ചെറിയൊരു സപ്പോർട്ടും മതി. ആ ഒരു നമ്മൾ എത്ര തളർന്നു പോയാലും ആ ഒരു 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 പൊരിയുണ്ടല്ലോ, അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിന്നെ നമ്മളങ്ങ് ആളി അങ്ങ് കത്തിക്കോളും. നമ്മുടെ ആ ഒരു ഊർജവും ആർജവും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ അത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സ്ത്രീകള് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അത് ആരെങ്കിലും മതി, ഒരു ആത്മസുഹൃത്തോ വീട്ടിലുള്ള അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മതി നമ്മളെ അവിടെ നിന്നൊന്ന് ഒരു ലെവൽ വരെ നമ്മൾ പിന്നെ അങ്ങ് ഉയർന്നു പറന്നോളും. ശരിയാണ്. ഫീനിക്സ്, ഞാൻ എന്നെ തന്നെ ചിലപ്പോ ഇങ്ങനെ ഫീനിക്സ് കുമാരി എന്നൊക്കെ വിളിക്കും. അത് അതിന്റെ ഒക്കെ പുറകില് ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ലീന ഇപ്പം കാനഡയിൽ മൈഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 10 വർഷത്തിലധികമായിട്ടുണ്ടാവും അല്ലെ? ഞാനത് ആ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ ലീനയുടെ ഒരു ഇന്റർവ്യൂവിൽ കണ്ട ഒരു കാര്യം, യു ആർ ടോക്കിംഗ് അബൌട്ട് കൾച്ചറൽ ഡിഫറൻസസ്. അത് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് കേരളത്തില് ഫാർമസിസ്റ്റ് ആയിട്ട് അതുപോലെ ഫാർമസി കോളേജിൽ ലെക്ചററായിട്ട് കുറെ കാലം ജോലി ചെയ്ത ലീന യു എൻഡ് അപ്പ് അറ്റ് വാൾമാർട്ടിൽ ഒരു പോർട്ടറായിട്ട് ആണ് കരിയർ തുടങ്ങുന്നത് കാനഡയിൽ അല്ലെ? പിന്നീട് അവിടുത്തെ ബോർഡിന്റെ എക്സാം പാസ്സാവാൻ എടുത്ത സമയം ഇതുപോലെ ഞാൻ വേറൊരാളുടെ കഥ വായിച്ചത്, ഒരു ഇന്ത്യയിൽ നിന്ന് പോയൊരു ഡെന്റിസ്റ്റ് അവിടെ പെട്രോൾ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ആർ വി സോ റിട്രോ? നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഇറ്റ് സോ റിട്രോ that we take time to pass the exam there? ഇപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഫാർമസി, അതായത് ഹെൽത്ത് കെയർ ഹെൽത്ത് ഫീൽഡ് എപ്പോഴും എക്സാംസ് ടഫ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പാകത്തിന് നമ്മൾ ഒരിക്കലും പ്രിപ്പയർഡ് ആയിട്ടില്ല. നമ്മളെ ആരും പ്രിപ്പയർഡ് ആക്കാൻ പാകത്തിനുള്ള എഡ്യൂക്കേഷൻ നമുക്കിവിടെ ഇല്ല. പിന്നെ സിലബസ് വൈസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഫാം ഡി എന്നൊക്കെ പറഞ്ഞിട്ട് സിലബസ് കുറെ മാറ്റി ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ലീന എംഫാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്, എംഫാം ആയിരുന്നുകൊണ്ടാണ് പക്ഷെ എനിക്ക് ടീച്ചിങ്ങിലൊക്കെ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. ഞാൻ കോഴഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മുടെ MBBS സ്റ്റുഡൻസിനെയും BSc നഴ്സിംഗ് സ്റ്റുഡൻസിനെയും ഫാർമക്കോളജി പഠിപ്പിക്കുമായിരുന്നു. പിന്നെ അമൃതയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്തു. ആ സമയത്താണ് കല്യാണം കഴിയുന്നതും നമ്മൾ പോകുന്നതും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ സിലബസിലുള്ള വ്യത്യാസമാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയിട്ടാണ് ഫാർമസി എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത്. ഇപ്പൊ ഫാം ഡി സിലബസിൽ മാറ്റം വന്നിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഈ നമ്മളെ കനേഡിയൻ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് അവർ കുറച്ച് വലുതായിട്ടാ ചോദിക്കണേ. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് തിയറിറ്റിക്കൽ ഓർ ആപ്ലിക്കേഷൻ ബേസ്ഡ് രണ്ടും ഉണ്ട്, തിയറി ഉണ്ട്, ആപ്ലിക്കേഷനും എല്ലാം ഉണ്ട്. ആ ക്വസ്റ്റിന്റെ ആ ഒരു വേ ഓഫ് ആ ഒരു പോർട്രേറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് അതുമായിട്ട് ഒരു പരിചയമില്ല. നമ്മള് സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നൊരു രീതിയാണ് നമുക്കിവിടെ. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ആലോചിച്ച് അതിൽ നിന്ന് ഭയങ്കരമായിട്ട് പിക്കപ്പ് ചെയ്യണം. അതിൽ നിന്നുള്ള 1-2 വേർഡ് ആയിരിക്കും നമ്മുടെ ആൻസറിലേക്കുള്ള ക്യൂ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫ് സെനേറിയോസ് ഒരു 14 സ്റ്റേഷൻ തരും. ആ ഒരു സ്റ്റേഷനിൽ ഡോക്ടേഴ്സ് ആയിട്ട് അഭിനയിക്കാൻ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഡോക്ടേഴ്സ് ഉണ്ടാവും, സാധാരണ പേഷ്യൻസ് ഉണ്ടാവും, ഹെൽത്ത് കെയർ അതർ വർക്കേഴ്സ് ഉണ്ടാവും. അവരുടെ ക്വസ്റ്റ്യൻസ് ഒരു 7 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള ഇവിടെ നമ്മളൊരു ചെറിയ വൈവ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്നുള്ളൂ. സിലബസിലുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടുത്തെ സിലബസ് ആ മോഡിലോട്ട് മാറ്റാനും അതുപോലെ നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട്. അപ്പൊ അതവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം കിട്ടാൻ പോകുന്ന പണി എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ചായക്കടകളിൽ ജോലി ചെയ്യുക, പെട്രോൾ സ്റ്റേഷനിൽ ജോലി ചെയ്യുക. ഞാൻ പോയത് വാൾമാർട്ടിൽ ബാക്ക് റൂമിൽ സാധനങ്ങൾ ചുമന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കുന്ന ഒരു ഇതിലായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഫാർമസിയിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഒരുപാട് മെമ്മറൈസ് ചെയ്യാനുണ്ട്. അതിനൊക്കെ നമുക്ക് സമയം വേണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഒരു എൻട്രി ജോബ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും. അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ കൾച്ചറുമായിട്ട് ചേർന്ന് അവിടുന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ, എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യാനുണ്ട്. ഇതൊക്കെ ചെയ്താണ് നമുക്ക് നന്നായിട്ട് സമയം വേണം. ചിലര് രക്ഷപ്പെടും, ചിലര് രക്ഷപ്പെടില്ല. അങ്ങനെയാണ്. ഞാൻ എന്തോ കാരുണ്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ലീന ഇപ്പം കൾച്ചറൽ ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കാനൊക്കെ ചോദ്യം അതാണ്. ഓക്കെ,
ലീനയുടെ ലേഖനങ്ങളിലും മോമി എന്ന് പറഞ്ഞ കഥയിലും ഇതിനെക്കുറിച്ച് കൾച്ചറൽ ഡിഫറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. എത്രമാത്രം കഠിനമാണ് ആസ് എൻ ഇന്ത്യൻ ടു മേർജ് ഇൻ ടു അനദർ കൾച്ചർ. കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന വാർത്തകളൊക്കെ അറിയുന്ന മൈഗ്രൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഒരാൾ കാനഡയിലോ യൂറോപ്പിലോ പോവുകയാണെങ്കിൽ ആ കൾച്ചറുമായിട്ട് മേർജ് ആവാൻ അവർക്ക് വലിയ പാടില്ല. നേരെ മറിച്ച് ഇന്ത്യൻസ് നമ്മുടെ സ്വത്വം എവിടെയാണെങ്കിലും നമ്മുടെ സ്വത്വം, പ്രത്യേകിച്ച് മലയാളികൾ, അത് കാത്തു സൂക്ഷിക്കുക, ആ കൾച്ചറുമായിട്ട് ഒന്ന് എലിനേറ്റ് ആവുക എന്നുള്ളൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. സൈലൻസ് പോലും ഒരു തരം സിവിൽ റൈറ്റ്സ് ആയ ഒരു കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് നിങ്ങൾ ദീപാവലിക്ക് രാത്രി പടക്കം പൊട്ടിക്കുമ്പോൾ അതിലൊരു പ്രശ്നം കാണുന്നുണ്ട്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? കൾച്ചറൽ ഡിഫറൻസ് ഞാനിങ്ങനെ എംബ്രേസ് ചെയ്യാന്നൊക്കെ പറയും. നമ്മളൊരു പുതിയ കൾച്ചറിനെ പുണരുക, അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, പുതിയ കാര്യങ്ങളെ പുണരുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വളരെ ഈസിയാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ എല്ലാം നടക്കുന്നത്. നമ്മൾക്ക് തിരിച്ച് നമ്മൾ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് എന്താ പറയണേ, ആൾക്കാര് അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അവരുടെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആൾക്കാർ നമ്മളെ തുറിച്ചു നോക്കൂല, ആൾക്കാർ നമ്മളെ ചോദ്യം ചെയ്യൂല, ആൾക്കാർ നമ്മളെ വിധിക്കൂല, ജഡ്ജ്മെന്റൽ അല്ല. പിന്നെ നമ്മള് ഇപ്പൊ ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ഇതുണ്ടാവുമല്ലോ, ആ പ്രൊഫഷണൽ നമ്മളുടെ ആ ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പൊ അതിന് നമ്മൾ അവരുടെ ലോയും കാര്യങ്ങളും എങ്ങനെയാണ് ഒരു ഫാർമസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിനൊക്കെ പരീക്ഷകളുണ്ട്. അതൊക്കെ നമ്മൾ അവിടെ നിന്നിട്ട് ആ മാർജിനുള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ എനിക്ക് ഏറ്റവും കൾച്ചർ അവിടെ ചെന്ന് എംബ്രേസ് ചെയ്യുമ്പോൾ എനിക്ക് ഈസി ആയിരുന്നു കാര്യങ്ങൾ. കാരണം എല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ്. കാരണം ഞാൻ ഇവിടെ നാട്ടിൽ ഒരുപാട് ഈ സിംഗിൾ മോമായിട്ട് നടന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ സ്പേസിലായിട്ട് ആൾക്കാർ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അത് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതെന്റെ പേഴ്സണൽ സ്പേസ് ആണെന്നും അത് ചോദിക്കുന്നത് അനുചിതമാണ്, അല്ലെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവർക്ക് ഈ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് അത് ഒരിക്കലും പ്രോപ്പർ അല്ല, അനുയോജ്യമല്ല എന്ന് നമ്മളെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മള് ഇപ്പൊ എന്താ പറയണേ, സുരേഷ് ഏട്ടൻ ഭയങ്കര കെയറിങ് ആണെന്ന് പറയണ പോലെയാണ് നമ്മളുടെ ഒരു കെയറിങ്ങിന്റെ ഒരു ഭാഗമാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. പക്ഷെ അതങ്ങനെയല്ല. അപ്പൊ നമ്മുടെ മതത്തിന്റെ രാഷ്ട്രീയപരമായിട്ട് സ്കൂളിലെ ഈ ലീഡേഴ്സ് ഒന്നും എങ്ങനെയാണ് ഒരു ആർട്ട് ഓഫ് ലിവിങ് മറ്റു മനുഷ്യരെ ബാധിക്കാതെ ജീവിതം നന്നായി കൊണ്ടുപോകുക എന്നുള്ള ഒരു കാര്യം നമുക്കത് പഠിപ്പിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസിലേക്ക് കടക്കുക, ഇതൊക്കെ നമ്മളൊരു കെയറിങ്ങിന്റെ ഭാഗമാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ഈസിയാണത്. പിന്നെ അതുപോലെ നമ്മളാരും തുറിച്ചു നോക്കൂല, സ്റ്റെയർ ചെയ്ത് നോക്കൂല. അപ്പൊ അതൊക്കെ ചെന്നപ്പോൾ നമ്മളെ ഒരാള് കുറച്ചു നേരം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ജോലി നോക്കിയിരിക്കുക, നമ്മളെ സ്റ്റെയർ ചെയ്യുക, ഇതൊക്കെ അതും ഒന്നും നമ്മളെ സൊസൈറ്റിയിൽ അപ്രോപ്രിയേറ്റ് അല്ല എന്ന് മനസ്സിലാവുന്നത് അവിടെ ചെന്നേ. പിന്നെ സ്കൂളിലൊക്കെ വെച്ച് നമുക്ക് എന്ത് പാടാ, ഒരു ടീനേജിലൊക്കെ നമ്മളെ ഈ നാട്ടിൻപുറത്തിരിക്കുന്ന ആൺകുട്ടികൾ അവിടെ ഇരുന്നിട്ട് നമ്മളെ നോക്കുക, നമ്മളെ നടന്നു പോകുന്നത് കമന്റ് അടിക്കുക, ഇതൊക്കെ എത്രമാത്രം മോശപ്പെട്ട പ്രവൃത്തിയാണെന്ന് മനസ്സിലാകുന്നത് ഈ കാനഡയിൽ വന്ന പിന്നെയാണ്. മറ്റതൊക്കെ ഇതൊക്കെ നോർമൽ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് കൊടുക്കാനുണ്ട് ഈ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ. നമ്മുടെ ആൾക്കാർ കുറച്ചും കൂടി നമ്മളല്ലേ ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ പണ്ട് ഒരു ബുദ്ധി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട്, നമ്മുടെ സ്പിരിച്വൽ ഇന്റലിജൻസ് ഉണ്ട്, പിന്നെന്താ പറയാ, അല്ലാത്ത IQ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഇന്റലിജൻസ് ഉള്ളതിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട്. അവർക്ക് പെരുമാറുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അറിയുന്നതൊക്കെ പറയുന്നത്, അതൊക്കെ എനിക്ക്
വളരെ നമ്മൾ ഭയങ്കര കംഫർട്ടബിളാ. നമുക്ക് ഇപ്പൊ എന്റെ ഈ നരച്ച മുടി കണ്ടില്ലേ, ഇത് ഞാൻ വളരെ എന്താ പറയാ ആഘോഷിക്കുകയാണ് കാനഡയിൽ. ദിസ് ഇസ് യുവർ റിയൽ ഹെയർ Takes a lot of എന്ന് പറഞ്ഞിട്ട് courage. ആൾക്കാർ വെറുതെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളോട് വന്ന് പറഞ്ഞ് എന്ത് ഭംഗിയാണ് നിന്റെ ഈ നരച്ച മുടി തലയിലിരിക്കുന്നത് കാണാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വല്ലാതെ ബൂസ്റ്റപ്പ് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നാട്ടിൽ നമ്മളിപ്പം സിംഗിൾ മോം ആയിട്ടൊക്കെ ഒരു പ്രശ്നത്തിൽപ്പെട്ട്, സിംഗിൾ മോമോ മറ്റെന്ത് പ്രശ്നത്തിൽപ്പെട്ട് നമ്മൾ നടക്കുമ്പോൾ, ഇപ്പം ഞാൻ കുറച്ച് കറുത്തിട്ടാണ്, അപ്പൊ കുഞ്ഞിലെ തൊട്ട് കറമ്പീന്ന് നമ്മളെ വിളിക്കുന്നു, അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താത്തുന്നു. അപ്പൊ നാട്ടില് നമുക്ക് നമ്മളുടെ ഒരു പൂർണ്ണമായ ഒരു സ്വത്വം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മൂന്നിലൊന്നോ രണ്ടിലൊന്നോ ഒക്കെ ആയിട്ട് ചുരുങ്ങിപ്പോവും. ഒരു കറമ്പി വിളി കേൾക്കുമ്പോൾ നമ്മൾ ചുരുങ്ങി പോവുകയാണ്. സിംഗിൾ മോം ആയിട്ട് നടക്കുന്ന കേൾക്കുമ്പോൾ, കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചുരുങ്ങുകയാണ്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ ജീവിതം മൂന്നിലൊന്നാവുന്നു, രണ്ടിലൊന്നാവുന്നു. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫുൾ അപ്രീസിയേഷനും നമ്മുടെ ജോലിയിൽ അപ്രീസിയേഷൻ, ഫീഡ്ബാക്ക് കിട്ടുന്നു, ഇതെല്ലാം കിട്ടുന്നു. നരച്ച മുടി പോലെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ജീവിതം രണ്ടോ മൂന്നോ ജീവിതങ്ങളായി മാറും. നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഭയങ്കര കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യും. അപ്പൊ ഈസിയാണ് ഈ പുതിയ കൾച്ചർ എംബ്രേസ് ചെയ്യാനാണ് എനിക്കുള്ള ഒരു ലീനയുടെ അനുഭവം. എക്സ്പീരിയൻസ്. ഗ്രേറ്റ്. ലീന അവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ, കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ UAE പോലും ഒരു ഫാർമസിസ്റ്റിന്റെ റോള് ഡിസ്പെൻസ് ചെയ്യുക, അത് അതിന്റെ ഡോസേജ് എന്താന്ന് പറയാ, അതിനപ്പുറം കാര്യമായിട്ടൊന്നും ഇല്ല. ഓക്കെ, ബാക്ക് എൻഡിൽ ഇൻവെന്ററി, അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പേയ്മെന്റ്. പക്ഷെ ഒരു പേഷ്യന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. പേഷ്യന്റും അതുപോലെ അധികം എൻക്വയറി ചെയ്യുന്നില്ല, അധികം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഇസ് ദാറ്റ് സെയിം ഇൻ കാനഡ ഓൾസോ? എനിക്ക് എന്റെ പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിനൊരു ആൻസർ ഇല്ല. അത്രമാത്രം ഞാൻ എൻ്റെ ജോലിയായിട്ട് കാണുന്നില്ല. ഫുൾ ടൈം എൻജോയ്മെന്റ് ആണ്. ആൾക്കാരോട് സംസാരിക്കുക, ഒരു മരുന്ന് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ഭയങ്കര റിവാർഡിങ് ആണ് കാനഡയിൽ. അപ്പൊ അത് ഞാൻ നാട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ, ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഫാർമസിയിൽ ജോലി ചെയ്തിട്ടില്ല, എപ്പോഴും ടീച്ചിങ്ങിലായിരുന്നു. പക്ഷെ എന്നാൽ തന്നെ എനിക്ക് ഒരുപാട് ഫോൺ കോൾസ് കിട്ടുന്നുണ്ടോ, അതൊക്കെ ആൻസർ ചെയ്യുന്നു. അതൊക്കെ ഒരു കൗൺസിലിംഗ്, ഒരു മരുന്നിനെ പറ്റി, ഒരു രോഗത്തെ പറ്റി, മരുന്നും രോഗത്തെയും ബന്ധിപ്പിക്കുന്നതിനെ പറ്റി ഒരു കൗൺസിലിംഗ് പോലെ ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ നാട്ടിലെന്ന് വെച്ചാൽ നമ്മുടെ ഫാർമസി എന്ന് പറഞ്ഞ പ്രൊഫഷൻ അങ്ങനെ അത് വളർന്നു വരുന്നില്ല. ഇപ്പോൾ ഫാം ഡി എന്നൊക്കെ പറയുമ്പം നമ്മൾ സിലബസുകൾ മാറ്റി എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ കുട്ടികളൊക്കെ നാട്ടിൽ നിൽക്കാനുള്ള അവരുടെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ ഓസ്ട്രേലിയ, കാനഡ, UK, ന്യൂസിലൻഡ് ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. വേതനം കുറവാണ്, നാട്ടില് സാലറി വളരെ കുറവാണ്, അതുകൊണ്ട് അതും ഒരു കാരണം. അപ്പൊ ടീച്ചിങ്ങിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഫാർമസിയിൽ സാധാരണ ഫാം ഡി പഠിച്ച ഒരു കുട്ടിയും അങ്ങനെ പോയി നിൽക്കില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഫാർമസി കഴിഞ്ഞ ആൾക്കാർ പിന്നെ ഡ്രഗ് ഇൻസ്പെക്ടർ പോസ്റ്റുകളൊക്കെയാണുള്ളത്. കമ്മ്യൂണിറ്റി ഫാർമസിയിൽ നിൽക്കുന്ന ആ കുട്ടികൾക്ക് ഇപ്പൊ പല ഫാർമസിയിലും ശരിക്കും ഒരു പ്രോപ്പർ ആയിട്ടൊരു ഫാർമസിസ്റ്റ് ഉണ്ടോ, അതിനുള്ള ഒരു ഇത് നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് എപ്പോഴും സംശയമുണ്ട്. ഉണ്ടാകുമായിരിക്കും, റൂൾസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവർക്ക് പിന്നെ ഭയങ്കര തിരക്കാണ്. അവരോട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡോക്ടറിന്റെ രോഗിയുടെ ഇടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് പല മാർക്കറ്റിൽ കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളും ഇപ്പൊ നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. ആവശ്യമില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ പ്രോഡക്റ്റ് മാനുവൽ കിട്ടും, അതിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. മരുന്നിന്റെ സെലക്ഷനിൽ നമുക്ക് അത് പ്രോപ്പർ ആയിട്ടൊരു മെസ്സേജ്, കൗൺസിലിംഗ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു കിട്ടുന്നില്ല. കാനഡയിൽ ചെല്ലുമ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. നമ്മൾ മരുന്നെടുത്ത് കൊടുക്കുമ്പോൾ പേഷ്യൻസിനോട് സംസാരിക്കും, ഒരു കൗൺസിലിംഗ് റൂം ഉണ്ട്, അവിടെ പോയിട്ട് അവർ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യും. അപ്പോൾ ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്യുന്നത് മൃഗങ്ങളിലും മനുഷ്യരിലും ഒക്കെ പരീക്ഷിച്ച് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാ. ഒരു കുഞ്ഞു ഗുളിക നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കെമിക്കലാണ്, എല്ലാ മരുന്നിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ റിസ്ക് ഔട്ട്വേസ് ബെനിഫിറ്റ് എന്നാ പറയുന്നത്. ബെനിഫിറ്റ് എന്താണോ എന്ന് നോക്കി അതിലേക്ക് കൂടുതൽ നമ്മുടെ ഫോക്കസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിക്കൊണ്ട് സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ ഒരു കെമിക്കലിന്റെ സൈഡ് ഇഫക്ട്സ് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആ മരുന്നിന്റെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ആ ഒരു കുഞ്ഞു ഗുളിക നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഈ അതിന്റെ പ്രോസസ്സിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി, അപ്പൊ നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവും.
ഒരു അസുഖത്തെയും ഈ മരുന്നിനെയും എങ്ങനെ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാം, അത് നമ്മളുടെ ഒരു ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്. അങ്ങനെ മരുന്ന് കഴിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നത്. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് അവാച്യമായ ഒരു സന്തോഷം, റിവാർഡിങ് ആണ് അത് ഭയങ്കരമായിട്ട്. അത് ഞാൻ അവിടെ കാനഡയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ലീന, നമ്മളിവിടെ ഒരു ഫാർമസിയിൽ ചെന്നാല് ഇപ്പൊ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ അവൈലബിൾ ഇല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ചോദിക്കാറുണ്ട്, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട്. ഇത്ര മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഡോക്ടറും ഒരു ഫാർമസിസ്റ്റും തമ്മിൽ. ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഇൻ കാനഡ? കാനഡയിലെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന പ്രോവിൻസിൽ ഞങ്ങൾക്ക് കുറച്ച് രോഗങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ അതോറിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ അവര് ഫസ്റ്റ് പോയിന്റ് ഓഫ് അവരുടെ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാർമസിയിൽ വന്ന് നമുക്ക് ചോദിക്കാം. നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്, നമുക്ക് അതിന് ട്രെയിനിങ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റിനനുസരിച്ച് റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഒരു 10-16 വിഭാഗത്തിൽപ്പെട്ട അസുഖങ്ങൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാം, നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ. പിന്നെ അവിടെ ഫാർമസിസ്റ്റിന്റെ കയ്യിലാണ്, അവരുടെ കമ്പ്യൂട്ടറിലാണ് ഈ പേഷ്യന്റിന്റെ മൊത്തമായിട്ടുള്ള ഒരു പ്രൊഫൈൽ ഉള്ളത്. അപ്പം മരുന്നും തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, മരുന്നും അസുഖങ്ങളും തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, ചില അസുഖങ്ങൾക്ക് ചില മരുന്ന് പറ്റൂല, പിന്നെ ഇന്ററാക്ഷൻസ് ഉള്ള മരുന്നുകൾ ഒരുമിച്ച് കഴിക്കുന്നുണ്ടോ, ഇതൊക്കെ ഡോക്ടേഴ്സിനേക്കാൾ കൂടുതൽ ഫാർമസിസ്റ്റിന്റെ കയ്യിലുള്ള കമ്പ്യൂട്ടറിലെ പ്രൊഫൈലിലും ഫാർമസിസ്റ്റിന്റെ ഇടപെടലിലുമാണ് കൂടുതൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു മരുന്ന് ഡോക്ടർ കുറിച്ച് തന്നാൽ അതിന്റെ ഡോസ് കാര്യങ്ങൾ എല്ലാം ഫാർമസിസ്റ്റ് നോക്കിയിട്ട് അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറിനോട് ഇത് പറയുകയും, അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞാൽ അതെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യും. അയ്യോ, നോ ഈഗോ, അങ്ങനെ ഒരു കാര്യം കേൾക്കാനേ ഇല്ല. ഓ ലീന, ഞാനത് വിട്ടുപോയി, നീ തന്നെ ഓർമ്മിപ്പിച്ചതും നോട്ടിഫൈ ചെയ്തതും നന്നായി, ഇതിങ്ങനെ തിരുത്തി നീ പറഞ്ഞതുപോലെ തിരുത്തി മാറ്റി എഴുതിക്കൊള്ളാൻ പറയും. ചിലപ്പോൾ ഡോസ് ആയിരിക്കും മാറ്റുന്നത്, ചിലപ്പോൾ ഫ്രീക്വൻസി ആയിരിക്കും മാറ്റുന്നത്. ഡോക്ടേഴ്സ് ഭയങ്കര അപ്രീഷിയേറ്റീവാണ്. നമുക്ക് യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ നമുക്ക് ഡോക്ടേഴ്സിനോട് പെരുമാറാൻ പറ്റും. അപ്പോൾ ഡോക്ടേഴ്സിന് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യാം, പക്ഷെ അത് ഫാർമസിസ്റ്റിനാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് പേഷ്യന്റിന്റെ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ആ ഭാഗങ്ങളൊന്നും മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഫാക്സ് വഴിയും ഫോൺ വഴിയും എല്ലാം നമ്മൾ ഡോക്ടേഴ്സിനോട് ഇത് കണക്ട് ചെയ്ത് ഏറ്റവും പേഷ്യന്റിന് എത്രമാത്രം ബെനിഫിറ്റ് കിട്ടണോ അത്രയും ബെനിഫിറ്റഡ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അത് അവിടെ പ്രോപ്പറായിട്ട് നടക്കും. അപ്പൊ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്റർവെൻഷൻ ചെയ്യാം. ഈ ഡോക്ടേഴ്സ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും നമ്മളെ വാല്യൂ ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര കോൺഫിഡൻസും. അപ്പൊ ആ ഹെൽത്ത് കെയർ ആ ഒരു ലൂപ്പിൽ നിന്നിട്ട് ഇതിങ്ങനെ അതൊരു സർക്കിളിൽ നിന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊരു വലിയൊരു സന്തോഷവും കോൺഫിഡൻസും ഒക്കെ തരുന്ന ഒരു കാര്യം. പേഷ്യൻസിനും അത് കാണുമ്പോൾ നമ്മളെ ഭയങ്കര വിശ്വാസം. അവിടെ ഫാർമസിസ്റ്റിന് പറഞ്ഞാൽ പേഷ്യൻസിന് ഭയങ്കര, പ്രത്യേകിച്ച് അവിടെയുള്ള ആൾക്കാർക്ക് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവങ്ങളെ പോലെയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും, അങ്ങനത്തെ ഒരു ഇതാ ഉള്ളത്. അപ്പോൾ അവർക്കും ബെനിഫിറ്റ്, ഒരു മരുന്നിന്റെ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന്റെ ഫുൾ ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നു എന്നുള്ളത് അവരുടെ തന്നെ ആ ഒരു അസുഖാവസ്ഥയെ തന്നെ ഒന്ന് നന്നായിട്ട് നല്ല രീതിയിൽ ബെനിഫിറ്റ് ആകും. ഇപ്പൊ ലീന കാനഡയിൽ വർക്ക് ചെയ്യുന്നത് ഏത് തരം ഫാർമസിയാണ്? ഇസ് ദാറ്റ് കമ്മ്യൂണിറ്റി ഫാർമസി, നമ്മുടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയാണോ, അല്ല ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണോ, എന്താണ്? ഇതെല്ലാം കാനഡയിലുണ്ട്. കമ്മ്യൂണിറ്റി ഫാർമസി ഉണ്ട്, ഹോസ്പിറ്റലിനോടനുബന്ധിച്ചും ഹോസ്പിറ്റലിനകത്തും ഫാർമസി ഉണ്ട്, പിന്നെ അല്ലാത്ത മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു ഫാർമസിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഹോസ്പിറ്റൽസ് അധികം ഇല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഞാൻ പോവുകയാണ്, എനിക്കൊരു ചെറിയ അണുബാധ വന്നു, ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ എൻ്റെ ഈ സ്ഥിതിയിൽ ഞാനവിടെ ചെല്ലുമ്പോൾ അവർ ആദ്യത്തെ ഡോസ് എനിക്ക് തരും. പിന്നെ അവിടെ അസുഖത്തിന്റെ തീവ്രത അനുസരിച്ച് അവിടെ കിടത്തുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒന്ന് മുറിഞ്ഞു, അണുബാധയാണ്, കുറച്ച് കൂടിപ്പോയി, അപ്പൊ എനിക്ക് ആദ്യത്തെ ഡോസ് ഇഞ്ചക്ഷനായി തന്നിട്ട് അവർ നമ്മളെ വീട്ടിൽ പറഞ്ഞു വിടും. പിന്നെ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ, ഞാൻ ജോലി ചെയ്യുന്ന ഫാർമസിയിൽ നമ്മൾ ബാക്കി ഡോസസ് സ്റ്റെറൈൽ യൂണിറ്റിൽ IV ഇൻഫ്യൂഷനായിട്ട് കൊടുത്തു വിടാൻ പാകത്തിന് നമ്മൾ ഉണ്ടാക്കി അത്. അപ്പം മിക്കവാറും അങ്ങനെ ഉണ്ടാക്കുന്ന മരുന്നുകളെല്ലാം തന്നെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാനുള്ളതായിരിക്കും. നമ്മളിത് മരുന്ന് പ്രിപ്പയർ ചെയ്ത് റെഫ്രിജറേറ്ററിൽ, നമുക്കൊരു വോക്കിൻ കൂളർ ആണുള്ളത്, അവിടെ വെക്കുന്നു. ഡ്രൈവേഴ്സ് ഇത് വീട്ടിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നു. ചില രോഗികൾ അവർ തന്നെ പഠിക്കും, ഹോസ്പിറ്റലിൽ നിന്ന് പഠിപ്പിച്ചു വിടും മറ്റുള്ള ഡോസുകൾ. അവിടെ ഒരു ക്യാനുല ഇട്ടേക്കും, അതിൽ കൂടി ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർക്ക് അത് പ്രായമായ ആൾക്കാർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നഴ്സിംഗ് ഏജൻസി നഴ്സുമാരെ അയക്കും. നമ്മുടെ പല മലയാളി നഴ്സുകളും
വീടുകളിൽ പോയി ഇങ്ങനെ ചെയ്യാൻ പാകത്തിന് അവർ ട്രെയിൻഡ് ആണ്, അവർ പോയി ചെയ്യും. Okay. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഒരു ഫാർമസി എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണയായിട്ട് ആൾക്കാരെ കാണുന്നില്ല. നമ്മുടെ ഒരു ക്ലോസ്ഡ് ഫാർമസിയാണ്, ISO സ്റ്റാൻഡേർഡ് കമ്പനിയാണ്, അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ആൾക്കാരോട് വർത്താനം പറയാൻ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ റെഗുലർ ജോലി കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ഫാർമസി പോകും. അത് നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ഒരു ഫാർമസി. ചിലത് ഒരു ഡോക്ടറിന്റെ വോക്കിൻ ക്ലിനിക്ക് അവിടെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കിട്ടും, അല്ലെങ്കിൽ പുറത്തുനിന്ന് പ്രിസ്ക്രിപ്ഷൻ വരും. അങ്ങനെ നമ്മൾ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ നമ്മൾ പേഷ്യന്റിന് മരുന്ന് പ്രിപ്പയർ ചെയ്ത് മരുന്നെടുത്ത് കൊടുത്ത് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തു വിടുന്നു. അതാണ് ഈ 2 ജോലി ഞാൻ ചെയ്യും. അപ്പൊ എനിക്ക് സന്തോഷമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ലീന, ഞാനിപ്പോ ചോദിച്ചു, നമ്മൾ ഇന്ത്യൻസ് അവർ ചെന്ന രാജ്യത്തെ കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ആവാതെ അവർ സ്വയം എലിനേറ്റ് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതിപ്പോ വളരെ പ്രകടനമാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ, ദീപാവലിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. പിന്നെ അപ്പോ എത്രമാത്രം ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയപരമായ നയപരമായ ബന്ധങ്ങൾക്ക് പോലും ഏത് സമയം വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്രവണതകൾ കാണിക്കുമ്പോൾ വരുന്ന തലമുറക്ക് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അത് എത്രമാത്രം ഡിഫിക്കൽട്ട് ആക്കും എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. ദീനയുടെ അഭിപ്രായം എന്താണ്? നല്ല ഒരു ചോദ്യമാണിത്. ഞാനിപ്പം ഫാർമസിയിൽ ഞാനും വേറൊരു ഫാർമസിസ്റ്റ് മാത്രമേ ഉള്ളൂ ഇന്ത്യ എന്നുള്ള ആൾക്കാര്. അപ്പൊ ഞാനാണ് സീനിയർ. ഈ കുട്ടി കുറച്ചു കാലമായിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ നമുക്ക് ചില ചെക്ക് ലിസ്റ്റുകളുണ്ട്, ഫാർമസി അടയ്ക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻ ബിറ്റ്വീൻ ദ പ്രോസസ് നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചറുകൾ ഡോക്യുമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറയും, ബാക്കി എല്ലാവരും ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്, ഇവിടുന്ന് പഠിച്ചിറങ്ങിയവരാ, അവര് എന്തെങ്കിലും ചെയ്താലും അത്ര പ്രശ്നമില്ല. പക്ഷെ ഇവർ പറയുന്നത് പോലെ എല്ലാം ചെയ്ത് ഡോക്യുമെന്റ് ആക്കി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ വേറൊരു കൺട്രിയിൽ നിന്ന് വന്നതായതുകൊണ്ട് നമ്മുടെ തുടർന്ന് വരുന്ന ആളുകൾക്ക് ഒരു പക്ഷെ നമ്മൾ എന്തെങ്കിലും മോശപ്പെട്ട് ചെയ്താൽ അവർക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് കിട്ടില്ല. ഒരു ഇന്ത്യക്കാരി ഇവിടെ വന്നിട്ട് ഇത് കാണിച്ചിട്ട് പോയി, അതുകൊണ്ട് മറ്റവരും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ നമ്മുടെ പിന്തുടർച്ചക്കാർക്ക് അങ്ങനെ ഒരു അവസരം പോലും കിട്ടില്ല. അപ്പൊ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നിൽക്കണമെന്ന് ഞാൻ എപ്പോഴും ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുക. അപ്പൊ കാനഡ എന്ന് പറഞ്ഞ ഒരു രാജ്യം എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യും, എല്ലാവർക്കും വേണ്ടി അവര് എത്ര വേണമെങ്കിലും അതിനുള്ള എല്ലാ സ്പേസും സ്വാതന്ത്ര്യവും അവർ കൊടുക്കും. ഇപ്പൊ ദീപാവലിക്ക് നിങ്ങൾ പടക്കം പൊട്ടിച്ചു, പക്ഷെ അവിടെ ഒരു ടൈം വിൻഡോ ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഒച്ചകള്, ബഹളങ്ങള്, അനൗൺസ്മെന്റ്സ് അങ്ങനെ ഒന്നുമില്ല, ഫ്ലക്സ് ബോർഡ്സ് ഇതൊന്നുമില്ല. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പടക്കം പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്നാ, വാങ്ങിച്ചു വെച്ച പടക്കം തീർക്കാൻ വേണ്ടി ഇപ്പൊ 7 തൊട്ട് 9 മണി വരെ പൊട്ടിച്ചോളാൻ പറഞ്ഞാൽ ബാക്കി പടക്കം ഞാൻ അടുത്ത വർഷത്തേക്ക് വെച്ചാൽ കൊള്ളില്ലെന്ന് വിചാരിച്ചിട്ട് ബാക്കി സമയം കൂടി മുഴുവൻ ഇത് പൊട്ടിക്കും. അവിടെ ആൾക്കാർക്ക് ഉറങ്ങണം എന്നുള്ള ഒരു കൺസിഡറേഷനും അപ്പൊ നമുക്ക് മനസ്സിലാവുന്നില്ല അത്. കാരണം ആ ഒരു അച്ചടക്കം നമ്മുടെ രാജ്യത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു കടയിൽ ചെന്നാൽ അവിടെ പോയിട്ട് ഇതെല്ലാം തുറന്നു നോക്കി വലിച്ചു വാരി ഇട്ടിട്ട് പോവുക. നമ്മൾ ഇവിടെ കാണിക്കുന്ന അതേ കൾച്ചർ നമ്മൾ അവിടെയും കാണിക്കും. ഇത് ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഒരു തരം താഴ്ന്ന പ്രവൃത്തിയായിട്ടാണ് അവരിത് കാണുന്നത്. അപ്പൊ ലിഫ്റ്റിൽ കയറുമ്പം എന്താ പറയാ, ലൈൻ നിൽക്കാതെ ലിഫ്റ്റിൽ കയറുക, ഇടിച്ച് തള്ളി കയറുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പാലിക്കപ്പെടേണ്ട കനേഡിയൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, സോഷ്യൽ ഇതനുസരിച്ച് പാലിക്കപ്പെടേണ്ട പല കാര്യങ്ങളും പാലിക്കപ്പെടാതെ വരുമ്പോൾ അവര് നമ്മളെ ബ്രൗൺ സ്കിൻ എന്നാ പറയണേ. ഏതെങ്കിലും ഒരു സ്ഥലത്തെ ആരെങ്കിലും ഒന്ന് ചെയ്താൽ മതി, നമ്മളെ മൊത്തമായിട്ട് ഇത് അഫക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഞാനിവിടെ കാണുന്നുണ്ട്. അത് നമ്മള് ഡീഗ്രേഡ് ചെയ്യാന്നൊക്കെ പറയില്ലേ, നമ്മൾ നമ്മുടെ കൾച്ചർ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ കൾച്ചർ അത്രമാത്രം ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോ ഇപ്പൊ തന്നെ കാനഡയിൽ ഒരുപാട് സ്റ്റുഡൻസിന് വിസ എൻട്രി അവര് നിഷേധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഇവഞ്ച്വലി നമുക്കത് നമ്മളെ ഭയങ്കരമായിട്ട് അത് നെഗറ്റീവായിട്ട് ബാധിക്കും, നമ്മുടെ അടുത്ത തലമുറയെ ബാധിക്കും. ഒരു ലോങ് വിഷൻ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ട്രൂ കോപ്പിൽ വന്നൊരു ലേഖനം ലീനയുടെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ആശ്വാസ മരണം തിരഞ്ഞെടുക്കുന്ന മനുഷ്യർക്കൊപ്പം സംതൃപ്തിയോടെ, അങ്ങനെ എന്തോ ആണ് അതിന്റെ ടൈറ്റില്. ലീന എഴുതിയ കഥയിലും മാമി അല്ലെ, മോമി എന്ന കഥയിലും
പ്രമേയം അതാണ് അല്ലെ. ലീന വരുന്നൊരു പശ്ചാത്തലം, നമ്മുടെ രാജ്യം, ഇത് രണ്ടും ലീനെ അത് സമ്മതിക്കുന്നില്ല, അതിന്റെ ഒരു ഭാഗമാവാൻ സമ്മതിക്കുന്നില്ല. ബട്ട് പ്രൊഫഷണലി യു ഹാഡ് ടു ചൂസ് ദാറ്റ് വേ അല്ലെ. ഹൗ ഡിഫിക്കൽട്ട് വാസ് ഇറ്റ് ഫോർ യു? നമ്മുടെ നാട്ടില് പണ്ട് നമ്മുടെ ചർച്ചകളിൽ വന്നിരുന്നത് യൂത്തനേഷ്യ എന്ന് പറയുന്ന മെഡിക്കൽ ടേമാണ്. അതെ. അതിന് നമ്മൾ ദയാവധം എന്നോ മേഴ്സി കില്ലിംഗ് എന്നോ ഒക്കെ പറയാം. ഞാൻ അമൃത ഫാർമസി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സിന്റെ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ മിണ്ടാതിരുന്നു. കാരണം ഫാർമസിസ്റ്റ് എന്ന നിലയിൽ എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. പക്ഷെ ഞാൻ ഈ പുതിയ ഫാർമസിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ അവിടെ എൻ്റെ കൊളീഗ് മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ഡൈയിങ്, അതായത് നമ്മുടെ ദയാവധത്തിന് വേണ്ടി 4 വ്യത്യസ്ത മരുന്നുകൾ ബാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറിന് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആദ്യം ഫാർമസി ചെല്ലുമ്പോൾ ടൂർ എടുക്കും അവർ, മാനേജർ കൊണ്ടുവന്ന് നമ്മളെല്ലാം കാണിച്ചു തരും. അപ്പോൾ ഇത് കാണിച്ചിട്ട് പറഞ്ഞു, ദിസ് ഇസ് മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ഡൈയിങ്, ഷീസ് പ്രിപ്പയറിംഗ് മെഡ്സ് ഫോർ ദ മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ഡൈയിങ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ മുഖഭാവം മാറിയത് കൊണ്ടായിരിക്കും മാനേജർ ഉടനെ എന്നോട് പറഞ്ഞു, നിന്റെ ബിലീഫ്സിനും നിന്റെ മനസാക്ഷിക്കും ഒക്കെ എതിരാണെങ്കിൽ നീ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് മാറി നിൽക്കാതെയെന്ന്. ചില കാര്യങ്ങളിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം, ഈ സർവീസ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അവരോട് പറയാം. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ പ്രശ്നമായി. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യണോ, ഈ ജോലി എടുക്കണോ എന്നൊക്കെയായി. ഒരു ജോലി എടുക്കുമ്പോൾ അതിൽ നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യം എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല. കാരണം ഒരു കൺട്രിയിൽ വരുന്നു, ആ കൺട്രിയുടെ ഇതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ് എനിക്കൊരു ഇഷ്ടമുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ അതിനെപ്പറ്റി കുറെ റിസർച്ച് നടത്തി. എനിക്ക് എന്നെ തന്നെ പാകമാക്കണല്ലോ. നമ്മുടെ പോലെ ഒരു രാജ്യത്ത് നിന്ന് മേഴ്സി കില്ലിംഗ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടി എനിക്ക് എന്നെ തന്നെ ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കാനഡയിൽ എങ്ങനെയാണ് ഇത് ലീഗലായിട്ട് ഇത് നിലവിൽ വന്നതെന്നുള്ളതിന്റെ ഹിസ്റ്ററി എടുത്തു. 2016 അപ്പൊ ഹിസ്റ്ററി എടുത്തപ്പോ ഒരു ഡോക്ടറാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ യൂട്യൂബില് ഡോക്ടറുടെ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. അപ്പൊ ആ ഡോക്ടറിന്റെ വീഡിയോ പോയി കാണുന്നു. പിന്നെ നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ പ്രശ്നം നമുക്ക് വരുന്നത്. ഒരു മനുഷ്യനെ നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരുപാട് വായിച്ചു, കനേഡിയൻ ഹിസ്റ്ററി എടുത്ത് വായിച്ചു, ലോയുടെ ലീഗൽ പ്രോസസ്സിങ് വായിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. കാരണം നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് പെരുമാറുക, നീ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പൊ പിന്നെ ഞാൻ ഇത് ചെയ്യുന്ന ഡോക്ടറോട് പോയി സംസാരിച്ചു. ഡോക്ടറെ, ഞാൻ ഇന്ന രാജ്യത്ത് നിന്നാണ് വരുന്നത്, നമുക്കിത് അവിടെ പരിചയമില്ല, പക്ഷെ എനിക്ക് ഇതിലേക്ക് എന്നെ കൊണ്ടുവരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ലീന, യു ഡോണ്ട് ബിലീവ് ഹൗ താങ്ക്ഫുൾ ദ ഫാമിലി ഈസ്. എന്നിട്ട് ഡോക്ടറിന്റെ കണ്ണൊക്കെ തിളങ്ങുന്നുണ്ടായിരുന്നു അത് പറയുമ്പോൾ. കാരണം ഡോക്ടർ വലിയൊരു സർവീസ് ചെയ്യണ പോലെയാണ് ഡോക്ടർ ഇത് പറയുന്നത്. അപ്പൊ ഞാൻ ഡോക്ടറെ കൂടെ പോയിട്ട് ഒരു അമ്മച്ചി ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും ആ അമ്മച്ചി ഡോക്ടർ മേഴ്സി കില്ലിംഗ് ആ പ്രോസസ്സ് ഞാൻ ഡോക്ടറെ കൂടെ പോയി നിന്ന് കണ്ടു. അങ്ങനെ എന്നെ തന്നെ ഞാൻ അതിനു വേണ്ടി ഒരുക്കിയെടുത്തു. പിന്നെ എനിക്കുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ഞാൻ 4ലോ മറ്റോ പഠിക്കുമ്പോഴാണ് അമ്മ കംപ്ലീറ്റ് തളർന്ന് ബെഡിൽ കിടക്കുകയാണ്. ബെഡ് സോർസ് ഉണ്ട്, നമ്മൾ തിരിച്ചു കിടത്തുന്നു, ഇങ്ങോട്ട് കിടത്തുന്നു. പിന്നെ അമ്മ നമ്മളെ അറിയുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പൊ ഇവിടുത്തെ ഈ വിഴുങ്ങാനുള്ള നെർവ്സ് എല്ലാം അതിന്റെ കപ്പാസിറ്റി പോയിട്ട് നമ്മൾ പഴമൊക്കെ ഇങ്ങനെ പീച്ചിയാ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത്, അത് വിഴുങ്ങാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പൊ അമ്മയുടെ കണ്ണീന്ന് കണ്ണുനീരിങ്ങനെ ഒരു സൈഡിൽ കൂടി ഒഴുകും. അപ്പോൾ അത് കണ്ടിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് കണ്ടിട്ടുള്ളതും ഈ ഒരു അവസ്ഥയുമായിട്ട്, എൻ്റെ പുതിയ ഒരു അവസ്ഥയുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ അവർ പറയുന്നത്, ഒരു മനുഷ്യന് ബോധമുള്ളപ്പോൾ അഭിമാനത്തോടു കൂടി മരിക്കുക എന്നാണ് പറയുന്നത്. അവരുടെ ഓരോ വീടുകളിലും ഇതൊരു സെലിബ്രേഷൻ ഓഫ് ലൈഫാണ്. അപ്പൊ അത് അവര് ആ ഒരു കൾച്ചറിന്റെ ഭാഗമാക്കി ഒരു നല്ല ഇവന്റ് ആക്കി എല്ലാവരും വന്ന് അവര് തീരുമാനിക്കും ആരൊക്കെ ചുറ്റിനും നിൽക്കണം, ഡോക്ടർ ഇവിടെ നിൽക്കണം. അവര് ഡിസിപ്ലിൻഡ് ആയിരിക്കും. അലമുറയിട്ട് കരയോ അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. കുടുംബാംഗങ്ങളെ മൊത്തം അവർ കൗൺസിൽ ചെയ്ത്, ഈ മരിക്കാൻ പോകുന്ന ആളെയും കൗൺസിൽ ചെയ്ത്, അതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് അവിടെ ഉള്ളത്. അങ്ങനെ വളരെ സമാധാനപരമായിട്ട് അഭിമാനത്തോടു കൂടിയാണ് ഇവർ ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നത്. ഇപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അതിനുവേണ്ടി ഒരുക്കി ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ആ മെഡിസിൻ ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ RIP, റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞ ഒരു സമാധാനമായിട്ടാണ് ഞാനത് ഡോക്ടറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഒരു മനുഷ്യന്റെ അങ്ങേയറ്റത്തെ സഫറിങ് ഇല്ലാതാക്കാൻ വളരെ ദയോട് പെരുമാറുന്ന ഒരു പറ്റം മനുഷ്യരിൽ ഒരാളായി
ലീന മാറി എന്നാണ് എനിക്ക് എൻ്റെ ഒരു കൺക്ലൂഷൻ ഇതിൽ. നമുക്ക് ഇന്ത്യയിൽ ഒരിക്കലും ഇത് ഒരു പക്ഷെ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം സിവിൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഇപ്പോഴും നമ്മുടെ മറ്റു റൈറ്റ്സ്, റിലീജിയസ് റൈറ്റ്സിനൊക്കെ താഴെയാണ് ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഈ പോളിസി ഫോം ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ഇന്ത്യ. ഇച്ചിരി അല്ല, നല്ലോണം ഡിഫിക്കൽട്ടാണ് ഇന്ത്യയിൽ. കാരണം നമ്മുടെ രാഷ്ട്രീയം ഇപ്പോഴും മതം ആണ് നിർണ്ണയിക്കുന്നത്, അല്ലെ? മതത്തിലാണ് ഒരു ലാർജസ്റ്റ് സ്റ്റേറ്റ്. കാനഡയിലും അതുപോലെയായിരുന്നു. കാനഡയിൽ എനിക്കൊന്ന് ഒരു 60% ക്രിസ്ത്യൻസ് ആണ്. ബട്ട് ദേ ചോസ് ടു ഹാവ് പ്രയോറിറ്റി ഫോർ സിവിൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം പോലും വന്നത്. 2016 ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുകൊണ്ട് മനുഷ്യർക്ക് സമാധാനമായിട്ട് മരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അതെന്ന് വെച്ചാല് നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് ഇപ്പൊ ഞാൻ പോയി പറയുവാ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് ഡൈയിങ് വേണം എന്ന് പറഞ്ഞാല് അത് അവര് അപ്രൂവ് ചെയ്യാൻ ഒരുപാട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അപ്പൊ അതിന് എലിജിബിൾ ആയിട്ടുള്ള അതിന്റെ ചെക്ക് ലിസ്റ്റ് എല്ലാം നോക്കി അവർക്ക് മാത്രമാണ് ഇത് കിട്ടുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ പോലെ ഒരു രാജ്യത്ത് ഇത് ചെയ്യുമ്പോ എന്താ പറഞ്ഞ അത് ആൾക്കാർ മിസ്യൂസ് ചെയ്യുമോന്ന്, അത് ഇതിൽ വലിയൊരു എലമെന്റ് ആണല്ലോ, ഒരു ഫാക്ടറാണ്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നതും നമ്മളുടെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയം, നമ്മളുടെ മതവിശ്വാസം ഇതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് ഇതുപോലെ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞേ, ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടുന്നത് ഞാൻ അവിടെ ചെന്നപ്പോഴല്ലേ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊരു ഓപ്പർച്യൂണിറ്റി, അതിൽ ഭാഗമാകാൻ പറ്റുന്നു എന്ന് പറയുന്നത് എനിക്കൊരു എന്താ പറയണേ, ഞാൻ ആ രാജ്യത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു പ്രിവിലേജ് ആയിട്ട്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ടല്ലോ. ഞാൻ അതിനെ എന്താ പറയാ, അതിനെ ഉൾക്കൊള്ളാനും അതിനെ പോസിറ്റീവായിട്ട് എടുക്കാനും ഞാനിപ്പോ ഇങ്ങനെ ഒരു പ്രക്രിയയുടെ ഭാഗമാകുക എന്ന് പറയുമ്പം ഓൾറെഡി ഫെഡറൽ ഗവൺമെന്റ് അംഗീകരിച്ചു, 2 ഡോക്ടേഴ്സ് ഇത് അപ്രൂവ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി ഫാമിലി കൗൺസിലിങ്, ഇത് മരിക്കാൻ റെഡിയാവുന്ന ആൾ ഇതിനു വേണ്ടി റെഡിയായി. അപ്പൊ ഞാൻ അതിന്റെ അവസാനത്തെ ഒരു കണ്ണിയാണ്. ഇത് എടുത്തു കൊടുക്കുക, എല്ലാം അപ്രൂവ്ഡ് ആയിട്ടിരിക്കുന്നു, എനിക്കത് എടുത്തു കൊടുക്കുക, അത് ഞാൻ വേണോ വേണ്ടയോ എന്നുള്ളതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനുവേണ്ടി ഒരുപാട് റിസർച്ച് നടത്തി എന്നെ തന്നെ പാകപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരാൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറാൻ തയ്യാറാണോ എന്നും കൂടി നമ്മൾ പുതിയ പുതിയ വേർഷൻസ് ഓരോ ദിവസം ഓരോ അനുഭവത്തിൽ നിന്ന് ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ ഒരു മാറ്റമാണല്ലോ എല്ലാത്തിനും പ്രധാനമായിട്ടുള്ളത്. ഞാൻ മാറാൻ തയ്യാറുണ്ടോ എന്നുള്ളത് അത് നമ്മളുടെ എല്ലാ ജീവിതത്തിലും എവറി വോക്സ് ഓഫ് ലൈഫ്, യു ആൻഡ് മീ, എല്ലാവർക്കും ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിന് വേണ്ട ഒരു മാനസികാവസ്ഥ വരേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പൊ ലീന പബ്ലിഷ് ചെയ്ത പുസ്തകത്തിന്റെ പേര് മരുന്നറിവുകൾ, അല്ലെ? ഞാൻ മനസ്സിലാക്കുന്നത് 3-ാമത്തെയോ 4-ാമത്തെയോ പുസ്തകമാണ്. 3-ാമത്തെ പുസ്തകമാണ്. മരുന്നിനെ കുറിച്ച് എഴുതാൻ, പോഡ്കാസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രചോദനം എന്തായി? പണ്ട് ഞാനിങ്ങനെ എഴുതുന്നൊന്നും ആലോചിച്ചില്ല. ഞാൻ എഴുത്തൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ മറ്റേ MBBS-കാർക്കും BSc നഴ്സിംഗുകാർക്കും ഫാർമക്കോളജി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോകാൻ ബസ്സിലാണ് സാധാരണ യാത്ര ചെയ്യാം. ഒരു ദിവസം ബസ്സിൽ കയറുമ്പോൾ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു വിട്ട ഒരു ചേച്ചീനെ ഞാൻ ബസ് വെച്ച് കാണും. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഈ ചേച്ചിനെ കണ്ടിട്ടില്ല. നമ്മൾ ഭയങ്കര കൂട്ടായിരുന്നു പണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാ, ചേച്ചി ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, നമ്മൾ എത്ര വർഷമായി, എവിടെ പോവാ. അപ്പൊ ചേച്ചിക്ക് പ്രത്യേകിച്ച് തിരിച്ചുള്ള വൈബ് ശരിയാവുന്നില്ല. ചേച്ചി എന്നെ ഇങ്ങനെ നോക്കുന്നു, ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പിന്നെയും ഇങ്ങനെ ജനലിന്റെ പുറത്തോട്ട് നോക്കിയിരിക്കുന്നു. അപ്പൊ എനിക്കെന്തോ സംതിങ് ഈസ് റോങ്. അപ്പൊ ഞാൻ ചോദിക്കാൻ തുടങ്ങി, എന്ത് പറ്റി? അപ്പൊ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോ അന്ന് നമുക്ക് നാട്ടിലെ കൾച്ചറാ, കുറച്ചും കൂടി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ ഞാൻ ഈ ബസ്സിൽ കയറിയിരിക്കുന്നത് എൻ്റെ അപ്പനെയും അമ്മേനെയും കാണാൻ പോവാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. അത് കുറച്ച് ഇങ്ങനെയൊന്നും അല്ല ചേച്ചി പറയുന്നത്. അപ്പൊ എന്ത് പറ്റി ആത്മഹത്യ ചെയ്യാനും മാത്രം? അപ്പളാ പറഞ്ഞത്, പശുവുണ്ട്, പറമ്പ് ഒരുപാടുണ്ട്, ഇപ്പൊ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, കൈയൊക്കെ എന്നെ കാണിച്ചു തന്നു, അലർജിയാണ്, ഫുള്ള് കൈ അലർജിയായി പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്.
അപ്പൊ ചോദിച്ചപ്പോ ഡോക്ടറെ കണ്ടില്ലേ, ഡോക്ടറെ കണ്ടു. അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫാർമസി പഠിച്ചുകൊണ്ട് നമുക്കറിയാം ആന്റി അലർജിക് മെഡിസിൻസ് ആയിരിക്കും കൊടുത്തിരിക്കുക. അപ്പൊ പറഞ്ഞു ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ആന്റി അലർജിക് മെഡിസിൻ കൊടുത്തു, അത് ശരിയായില്ലെന്ന് തോന്നിയപ്പോ അതിനെന്തോ സൈഡ് ഇഫക്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ട് രണ്ടാമതൊരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറും വേറൊരു ആന്റി അലർജിക് മെഡിസിൻ കൊടുത്തു. അതും പറഞ്ഞിട്ട് മൂന്നാമതൊരു ഡോക്ടറെ പോയി കണ്ടു, വീണ്ടും ഒരു ആന്റി അലർജിക് മെഡിസിൻ കൂടി. ഈ 3 മെഡിസിനും കൂടി ചേച്ചി കഴിക്കുകയാണ് എത്രയും പെട്ടെന്ന് അലർജിന്ന് വിമുക്തി നേടാൻ വേണ്ടിയിട്ട്. അപ്പം ആന്റി അലർജിക് മെഡിസിൻസിന്റെ പ്രശ്നമുണ്ട്, നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ചില മെഡിസിൻസ് ഭയങ്കരമായിട്ട് നമ്മളെ ഉറക്കം തൂങ്ങും. അപ്പൊ ചേച്ചിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, കാരണം ഈ 3 ഡോസ് മരുന്ന് കഴിക്കുകയാണ്, രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. മൂത്ത മോള് 10ലാണ് പഠിക്കുന്നത്. വീട്ടിലെ പശുവിനെ കറക്കുക, അതൊക്കെയാണ് അവരുടെ ഉപജീവന മാർഗം. കൃഷി അതുപോലത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ മോള് 10ലാണ്, അവള് വഴക്കുണ്ടാകാൻ തുടങ്ങി. ഹസ്ബൻഡ് ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് പൊരുത്തപ്പെടാനൊക്കെ കുറച്ച് പാടാണല്ലോ. വീട്ടിലെ കാര്യങ്ങൾ നടക്കാതെ വന്നതോടുകൂടി വീട്ടിലാകെ പ്രശ്നമായി. അപ്പൊ ചേച്ചി മടുത്തു, ജീവിതം മടുത്തിട്ട് പോവാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് നന്നായിട്ട് ജലദോഷം ഉള്ള ഒരാളാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഭയങ്കരമായ ജലദോഷവും മൂക്കൊക്കെ പൊട്ടി ഞാൻ സ്പെഷ്യൽ ടവൽസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും ഒരു ആന്റി അലർജിക് മെഡിസിൻ എന്റെ ബാഗിൽ വെച്ചേക്കും. കാരണം നമ്മൾ ടീച്ചിങ് ആണല്ലോ, ക്ലാസ് എടുക്കാൻ പറ്റില്ല തുമ്മിയിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു മെഡിസിൻ എടുത്തിട്ടാണ് പോയി ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇങ്ങനെ ബാഗിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, എനിക്ക് തുമ്മലുണ്ട്. അത് തുമ്മലെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാൻ വയ്യാത്ത തുമ്മലുകൾ, അത്ര സിവിയറാ. അപ്പൊ 1 മണിക്കൂർ ഞാൻ ഈ ചേച്ചിനെ കൗൺസിൽ ചെയ്ത് ചേച്ചിനെ ഞാൻ തിരിച്ചു വീട്ടിൽ വിട്ടു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഫോൺ ചെയ്ത് തിരിച്ച് വീട്ടിൽ ചേച്ചി എത്തിയോന്ന്. പക്ഷെ ഞാൻ അന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. അന്നൊന്ന് മാത്രമല്ല 3-4 ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോ ഇത് ഞാൻ ഒരു പക്ഷെ 1000-ലോ 10,000-ലോ കാണുന്ന ഒരാളാണ്. ഇതുപോലെ എത്ര പേര് സഫർ ചെയ്യുന്നുണ്ടാവും. ആസ് എ ഫാർമസിസ്റ്റ്, മരുന്ന് പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആലോചിച്ച് ഞാൻ ഒരു തീരുമാനത്തിലെത്തി. ഈ മരുന്നിന്റെ ലേബലിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ആ മെഡിസിൻ ബോക്സ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിലെ കാര്യങ്ങളെങ്കിലും ആൾക്കാർ വായിക്കാനും മനസ്സിലാക്കാനും പഠിച്ചാൽ ഒരു പരിധി വരെ. കാരണം ഈ 3 മെഡിസിനും കിട്ടിയപ്പോൾ ആ മരുന്നിന്റെ ഈച്ച് ടാബ്ലറ്റ് കണ്ടെയ്ൻസ് എന്താണെന്ന് ചേച്ചി വായിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ ദിവസം ഒരു നേരം ഈ മരുന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത്രമാത്രം സൈഡ് ഇഫക്റ്റ് ഉണ്ടാവില്ല അതിന്. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തതുപോലെ ചേച്ചി ഉറങ്ങൂല. ചേച്ചി അതിന് പറയുന്നത് ഡോക്ടർ കട്ടി കൂടിയ മരുന്നാണ് എനിക്ക് തന്നിരിക്കുന്നതെന്നാണ്. പ്രശ്നം വളരെ സിമ്പിൾ ആണ്, ഇത് പഠിച്ച ആൾക്കാർക്ക്. അപ്പോൾ ഞാൻ പോയിട്ട് ലേബൽ മരുന്നിന്റെ തലക്കുറി എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ടാബ്ലറ്റിന്റെ പേരെന്താണ്, എന്നാലേ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റുള്ളൂ ഈ മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ, ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന്, എക്സ്പയറി ഡേറ്റ്, ഇതെങ്ങനെ ഉപയോഗിക്കണം, എത്ര ഡോസ് ഉപയോഗിക്കണം, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ലേഖനം എഴുതിയിട്ട് മാതൃഭൂമിക്ക് വെറുതെ അയച്ചു കൊടുത്തു. അന്നത്തെ കാലത്ത് ഡോക്ടേഴ്സ് മാത്രമേ ആരോഗ്യമാസികകളൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ വെറുതെ അയച്ചു കൊടുത്തേ ഉള്ളൂ, അത് വിട്ടു. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ടേബിളിൽ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എൻ്റെ ടേബിളിൽ ഒരു ആരോഗ്യമാസിക വന്ന് കിടക്കുന്നു. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് മെയിൻ ആർട്ടിക്കിൾ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ മാതൃഭൂമിയിൽ ഒരു കാര്യം അച്ചടിച്ചു വരികയല്ലേ. അപ്പം പിന്നെ ഇത് കണ്ടിട്ട് മനോരമയെന്ന് വിളിച്ചു, ദേശാഭിമാനിന്ന് വിളിച്ചു. അങ്ങനെ അന്ന് മംഗളം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഈ ആരോഗ്യ മാസികകളിലും അല്ലാതെയും ഞാൻ ലേഖനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തായാലും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ഇത് എഴുതുന്നത്. അപ്പൊ പിന്നെ എൻ്റെ ഇംഗ്ലീഷ് കണ്ടന്റ് ഉണ്ടല്ലോ, ഉടനെ ഇന്ത്യൻ എക്സ്പ്രസിന് അയച്ചു കൊടുത്തു, വിമൻസ് സീറയ്ക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അതിങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത്. പിന്നെ പോയിട്ട് DC ബുക്സ് സംഘടിപ്പിച്ച ഒരു ക്യാമ്പിൽ പോയിട്ട്, റൈറ്റേഴ്സ് ക്യാമ്പിൽ പങ്കെടുത്തു. അപ്പം DC ഒരു ബുക്ക് ചോദിച്ചു. അങ്ങനെ ഒടുവിൽ അവസാനം എന്ത് പറഞ്ഞാലും മരുന്നറിവുകൾ എന്ന് പറഞ്ഞ ബുക്ക് മാതൃഭൂമി പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മാതൃഭൂമി പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഡോക്ടർ ഇക്ബാൽ സർ എന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. സാറ് പറയുന്നത് വലിയ സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി പറയുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ മീഡിയ സുഹൃത്തുക്കളോടും അദ്ദേഹം ഇങ്ങനെ പറയും, ഡോക്ടർ ഇക്ബാൽ ബാപ്പക്കുഞ്ഞ്. അപ്പൊ ഡോക്ടർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സാറ് പറഞ്ഞു, ഞങ്ങൾ 10 ബുക്ക് എടുക്കുകയാണ്, അതിലൊരു ബുക്ക് ലീനയുടെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ കാനഡയിൽ വന്നേ പിന്നെ. അങ്ങനെ മരുന്ന് ഉപയോഗവും ദുരുപയോഗവും എന്ന് പറഞ്ഞിട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ഒരു ബുക്ക് കൊടുത്തു. പിന്നെ ഇവിടെ വന്നേ പിന്നെ ഞാൻ കാനഡയിൽ ചെറിയ ചെറിയ പത്രങ്ങൾ അവരുടെ മലയാളി ഇതിലൊക്കെ എഴുതാറുണ്ടായിരുന്നു. അതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് അതാണ് ഗൂസ്ബറി ബുക്സ് ചോദിക്കുമ്പോൾ അത് സാധാരണ മനുഷ്യർക്ക് ഒരു സ്റ്റോറി ടെല്ലിങ് പോലെ പറഞ്ഞു വന്നിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആൾക്കാരോട് ഒരുപാട് പേരോട് സംസാരിക്കുമ്പം ഓരോ
ആ സംസാരങ്ങളും അതൊരു വലിയ ഒരു ആർട്ടിക്കിൾ ആക്കാനുള്ള ഒരു ഇൻപുട്ട് കിട്ടും നമുക്ക്. അങ്ങനെയാണ് ഗൂസ്ബറിക്ക് ഈ ബുക്ക് എടുത്ത് കൊടുക്കുന്നതും അതിന്റെ പ്രകാശനം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് എനിക്ക് ഒരു അത്യാവശ്യം നല്ല ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതും കൂടി ഇതിന്റെ കൂടെ ഒരു ആഡഡ് പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫാർമസി പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് പല്ല് പറിക്കാൻ പോയിട്ട് ഡോക്ടർ എനിക്ക് ആന്റിബയോട്ടിക്കും വേദന പെയിൻ കില്ലേഴ്സും നീര് കുറയാനുള്ള മരുന്നും എല്ലാം കൂടി തന്നു. 5 ദിവസം കഴിക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ കാനഡയിലാണെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു വിടും, ഇത് ആന്റിബയോട്ടിക് ആണ്, ഇത് 5 ദിവസം കഴിച്ച് 3 നേരം വീതം 5 ദിവസം കഴിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. മറ്റത് വേദനയും നീരും കുറയാനുള്ള മരുന്നാണ്, അത് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞു വിടും. നാട്ടിലെ ഡോക്ടർ എനിക്കിത് ഡെന്റൽ ഡോക്ടർ എനിക്കിത് തന്നപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പാക്കറ്റിലാക്കി തന്നു. 5 ദിവസം കഴിക്കാൻ പറഞ്ഞു, 1 വീതം 3 നേരം എഴുതി. ഞാൻ ഈ ആന്റിബയോട്ടിക്കിന്റെ കൂടെ ഈ പെയിനും നീരും കുറയ്ക്കുന്ന മരുന്നും കൂടി എടുത്തു. അത് ഐബുപ്രോഫൻ എന്ന് പറയുന്ന മെഡിസിൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പെയിൻ ത്രഷോൾഡ് ഉള്ള ഒരാളാണ്. എനിക്ക് പെയിനും വേദനയൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. എനിക്കറിയത്തില്ല പക്ഷെ ഇത് എടുക്കണ്ടെന്നുള്ള കാര്യം. ആന്റിബയോട്ടിക് മാത്രം കഴിച്ചാൽ മതിയായിരുന്നു. 5-ാമത്തെ ദിവസം മരുന്നൊക്കെ തീർന്നല്ലോ എന്ന് ആശ്വസിച്ച് ഞാൻ രാവിലെ പല്ല് തേക്കാൻ കണ്ണാടി ചെന്ന് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തവളയെന്നൊന്നും പറഞ്ഞാൽ തവളയ്ക്ക് പോലും നാണക്കേടാവും. അതുപോലെയാണ് എൻ്റെ മുഖം ഇരിക്കുന്നത്. കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയി. കണ്ണ് ബൾജ് ചെയ്തിട്ടുണ്ട്, ചുണ്ട് 2 സൈഡിലോട്ടും ബൾജ് ചെയ്തിട്ടുണ്ട്, മുഖം പഫി ആയിട്ടുണ്ട്. ശരിക്കും ഞാൻ എന്നെ തന്നെ കണ്ണാടി കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് പറ്റിയെന്ന് അറിയാതെ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്ന ഡോക്ടർ അടുത്ത് പോയി. ഡോക്ടർ നീ എന്തൊക്കെ മരുന്ന് കഴിച്ചു? അപ്പൊ എനിക്ക് അറിയില്ല ഞാൻ എന്തൊക്കെ മരുന്ന് കഴിച്ചു എന്നുള്ള കാര്യം. ഡോക്ടർ ഊഹിച്ചു ഇതായിരിക്കും. അപ്പൊ ഞാൻ ആ പാക്കറ്റ് ഒരെണ്ണം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഇത് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം ആണ്. അപ്പൊ എന്റെ വായ്ക്കകത്ത് തൊലിയെല്ലാം പോയിട്ടുണ്ട്, ഇവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് വലുതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പിറ്റേ ദിവസം ഞാൻ ഫാർമസിക്ക് പഠിക്കാൻ വേണ്ടി പോവാം. അപ്പൊ എന്നെ ചോദിച്ചു നിനക്ക് ഇപ്പൊ തന്നെ പോണോ? നമ്മൾ പോണം, വൈകിച്ച് നല്ല റാഗിങ് കിട്ടും. അവിടുന്ന് അങ്ങോട്ട് അപ്പൊ നമുക്കറിയാലോ വായിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നാൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ വാ മുതല് കൊടല് എലിമെന്ററി കനാല് ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തം ഇതുപോലെ അകത്തെ ആ മ്യൂക്കസ് മെംബ്രെയിൻ പോയിട്ടിരിക്കുകയാണ്. 6-7 മാസം എടുത്തു. എനിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാലും പഴവും ഒക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. അത് കഴിച്ചാൽ പോലും വയറ്റിൽ ഭയങ്കര പ്രശ്നമുണ്ടായി. എനിക്ക് തോന്നുന്നു ഈ വായ്ക്കകത്ത് നമുക്ക് തൊലി വന്ന് മൂടുന്ന പോലെ തന്നെ ഈ മുഴുവനായ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് അകത്തെ ഭാഗങ്ങളുടെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടി ഒരു 7 മാസമെങ്കിലും വേണ്ടി വന്നിട്ടുണ്ടെന്നാണ് എനിക്കൊരു ഓർമ്മ. നമ്മൾ വീടിന് പുറത്തു പോയി നിൽക്കുകയാണ്, മംഗലാപുരത്താണ്, ഭക്ഷണം ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടില്ല. അങ്ങനെ ഒരുപാട് എൻ്റെ ഈ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മളെ ഒരു മെസ്സഞ്ചർ ഒക്കെ ആക്കി മാറ്റുന്നത്. അപ്പൊ ഇനി ആരും ഇതുപോലെ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ല. എന്നാലാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ആ ഒരു ഡിറ്റർമിനേഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് കൂടിയാണ്. ലീന, മനുഷ്യർക്ക് ഇതുപോലെ അറിവ് പകരുന്ന പല ലേഖനങ്ങളും ഇനിയും ഉണ്ടാവട്ടെ, പല കഥകളും ഉണ്ടാവട്ടെ. All the very best and thank you so much for speaking with me. Thank you for having me. Thank you for the entire team. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. സന്തോഷം. Thank you so much.